അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബീട്രൂട്ട് തോരനാണ്. അപ്പോൾ നമ്മൾ ബീട്രൂട്ട് മാക്സിമം കുനുകുനാന്നറിയണം, അപ്പോഴേ നമുക്ക് നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ. കുനുകുനാന്നറിയുന്നതിന് ഇവിടെ കുനുകുനാൻ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ബീട്രൂട്ട് കുനുകുനാന്ന് അരിഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തതായിട്ട് ചട്ടി വെക്കണം. ചട്ടിയിൽ ഇത്തിരി എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ആ എണ്ണ ചൂടാവുമ്പോൾ നമുക്ക് ഇത്തിരി സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ എണ്ണ ചൂടാവുമ്പോൾ കടുകിട്ട് പൊട്ടിക്കണം. അപ്പോൾ നമ്മൾ കടുകിട്ടിട്ടുണ്ട്, ഇനി അതൊന്ന് പൊട്ടണം. കടുക് പൊട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ അകത്ത് ചില ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. അതിനുവേണ്ടിയുള്ള ഉള്ളി, പിന്നെ വെളുത്തുള്ളി, ഉണക്കമുളക്, കറി ലീവ്സ്, ഇത്രയും സാധനങ്ങൾ നമ്മൾ ഇടണം. അപ്പോൾ വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇത്തിരി ഉണക്കമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. പിന്നെ ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇളക്കി കഴിഞ്ഞു. ഇനി ഇത്തിരി കറി ലീവ്സ് ഒക്കെ ഇട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കും. ഇനി നമ്മൾ ഇത്തിരി മുളക് പൊടി ഇടാം. മുളക് പൊടി ഇട്ടിട്ട് നമ്മൾ ഇനി നമ്മുടെ ബീട്രൂട്ട് ഇടാം. നല്ല നാടൻ ബീട്രൂട്ടാണ്. ഇവിടെ ഒരു കടയിലുള്ള നല്ല നാടൻ ബീട്രൂട്ടാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ബീട്രൂട്ട് ഇട്ടിട്ട് നല്ല കളറൊക്കെയുള്ള നല്ല നാടൻ ബീട്രൂട്ട്. ഇനി നമുക്ക് ഇതൊന്ന് വേവിക്കണം. ഇത്തിരി നേരം കൊണ്ട് ഇളക്കിയിട്ട് ഇത്തിരി വേവിക്കണം. പിന്നെ അത് ഇത്തിരി നേരം കഴിയുമ്പോൾ ഇത്തിരി വെള്ളം തളിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. വെള്ളം ഒഴിച്ച് എന്നിട്ട് നമുക്കത് മൂടി വെക്കാം. ഇനി ഒരു ഇത്തിരി നേരം കഴിഞ്ഞിട്ട് നോക്കാം. അപ്പം നമ്മുടെ വേവിച്ച് കഴിഞ്ഞു. ഓക്കെ, അപ്പം നമ്മുടെ ബീട്രൂട്ട് തോരൻ ഇന്നത്തെ സ്പെഷ്യൽ റെഡി ആയി കഴിഞ്ഞു. താങ്ക് യു.